അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമ്മ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വൈറ്റ് സോസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അധികം പേരും പറയുന്നതൊക്കെ എൻ്റെ വൈറ്റ് സോസ് കറക്റ്റ് ആകുന്നില്ല, തിക്കാകുന്നില്ല എന്നൊക്കെ. അപ്പോൾ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റിൽ ഒരു വൈറ്റ് സോസ് ഉണ്ടാക്കിയാലോ. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു പിസ്സ സോസും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതൊരു വേറെ വീഡിയോ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഭയങ്കര ലെങ്ത് ആയിപ്പുണ്ട്, ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വൈറ്റ് സോസ് എങ്ങനെ ഉണ്ടാക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്താനും മറന്നു പോകരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വൈറ്റ് സോസിന് വേണ്ടിയിട്ട് ഞാൻ 3 ടേബിൾ സ്പൂണ് ബട്ടറാണ് ഉരുക്കാൻ വെച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ അകത്ത് 3 ടേബിൾ സ്പൂൺ മൈദ ചേർക്കണം. അപ്പോൾ 3 ടേബിൾ സ്പൂൺ മൈദ ഒരുമിച്ചിട്ട് ചേർക്കരുത്, 1 by 1 ആയിട്ട് ചേർക്കണം. ആദ്യം ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബട്ടറിലൊന്ന് മൂപ്പിക്കുക, വീണ്ടും ഒന്ന് ചേർക്കുക, എന്നിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക ബട്ടറിൽ. അങ്ങനെ 1 by 1 ആയിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ പാല് ചേർക്കണം. പാലും അതുപോലെ തന്നെ ഒരുമിച്ചിട്ട് ചേർക്കരുത്. ആദ്യം ഒരു കപ്പ് പാല് ചേർത്തിട്ട് ഇത് ഒന്ന് നന്നായിട്ടൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. ഒരുമിച്ചിട്ട് പാല് ചേർക്കാൻ പാടില്ല, കുറച്ച് പാല് ചേർത്ത് ഇതിൻ്റെ കട്ടിയൊക്കെ ഒന്ന് ഇളക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ തീ വളരെ ചെറുതായിട്ടാണേ വെക്കാൻ പാടുള്ളൂ, വലിയ ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. എന്നിട്ട് നന്നായിട്ട് കട്ടയൊക്കെ ഉടച്ചതിന് ശേഷം നമ്മൾ ഒരു ചിക്കൻ ടേസ്റ്റർ ഇടുക. എന്നിട്ട് അതിൻ്റെ ഉപ്പ് ചിക്കൻ ടേസ്റ്റർ ഇട്ടതിന് ശേഷം മാത്രമേ ഉപ്പിടാൻ പാടുള്ളൂ. എന്നിട്ട് ബാക്കിയുള്ള പാല് കംപ്ലീറ്റ് ഒഴിക്കുക. അതായത് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന പാല് 500 ml ഒരു കവർ പാലും പിന്നെ 1 കപ്പ് പാലുമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഒറിഗാനോ ലീഫ് ഒരു 1/2 ടീസ്പൂണും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതിന് തിളപ്പിച്ചിട്ടെടുക്കുക. അപ്പം ഞാൻ ഏകദേശം 500 ml ഒരു കവർ പാല് പ്ലസ് 1 കപ്പ് പാല്, അതാണ് ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ്. 3 ടേബിൾ സ്പൂണ് മൈദൻ്റെ കറക്റ്റ് മെഷർമെൻറ്റാണിത്. അപ്പം നന്നായിട്ടൊന്ന് തിക്കാവുന്നത് വരെ ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി വരുമ്പം ഗ്യാസ് ഓഫ് ചെയ്യുക. അപ്പം നല്ല തിക്കായിട്ടുള്ള വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല തിക്ക്, നല്ല കറക്റ്റ് മെഷർമെൻറ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ എന്താക്കിയിട്ടുണ്ട്, ഒരു പിസ്സ സോസും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം. അപ്പം ഇത് വീഡിയോ വലിയ ലെങ്ത് ആണ്ടെന്ന് വിചാരിച്ചിട്ടാണ് 2 വീഡിയോ ആക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.